കോഴിക്കോട് ബേബി മെമ്മോറിയലിൽ സമരം ചെയ്ത നഴ്സുമാർക്കെതിരെ പ്രതികാര നടപടി. 2 കോൺട്രാക്ട് നഴ്സുമാരെ പിരിച്ചുവിട്ടു. സമരത്തെ അടിച്ചമർത്താനാണ് നീക്കമെന്നും ആശുപത്രി മാനേജ്മെന്റിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും UNA അഖിലേന്ത്യാ പ്രസിഡന്റ് ജാസ്മിൻ ഷാ പ്രതികരിച്ചു. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് നഴ്സുമാരുടെ മാർച്ച് അല്പസമയത്തിനകം നടക്കും. ആശുപത്രി MD ഇത്രയും ഒരു സമരം നടക്കുമ്പോൾ ആക്രമിക്കുമ്പോൾ ഈ ആശുപത്രിയുടെ 4 ചുവരുകൾക്കുള്ളിൽ എത്രമാത്രം പീഡനം അവർ അനുഭവിക്കുന്നുണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരം പീഡനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇവരുടെ ഭീഷണിക്കോ ഇവരുടെ വിരട്ടലുകൾക്കോ മുന്നിൽ ഈ പ്രസ്ഥാനമോ നഴ്സിംഗ് സമൂഹമോ കീഴടങ്ങില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ബേബി മെമ്മോറിയൽ ഉടമ കാട്ടിയ ഈ തോന്നിവാസത്തിനെതിരെ UNAയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം അല്പസമയം മുമ്പ് ഇവിടെ സമരത്തിലിരിക്കുന്ന നഴ്സുമാർ ബേബി മെമ്മോറിയലിലേക്ക് പ്രകടനമായി പോകും. ഞങ്ങൾക്ക് കാണണം ഏത് ഗുണ്ടകളാണ് നഴ്സുമാരെ തടയുന്നതെന്ന്, ആരാണ് ഞങ്ങളെ പ്രതിരോധിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണണം. ശക്തമായ പ്രക്ഷോഭം തന്നെ ഇത്തരം കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് മുന്നിലുണ്ടാകും. AK അഭിലാഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. അഭിലാഷ, ഈ സമരം ചെയ്യുന്നവരുടെ ആവശ്യത്തോട് മുഖം തിരിക്കുന്നു എന്ന് മാത്രമല്ല പ്രതികാര നടപടി കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സമരം ശക്തമായ രീതിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അല്ലേ? ശ്രുതി, യാതൊരു സംശയവുമില്ല. ഒരു ഭാഗത്ത് ഈ നഴ്സിംഗ് സമൂഹത്തിന്റെ സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇന്ന് രാവിലെ മുതൽ കളക്ടറേറ്റ് മുന്നിൽ 100 കണക്കിന് നഴ്സുമാരാണ് സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഇതുവഴി കടന്നു പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെയും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. മറുഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഈ നഴ്സിംഗ് സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കം ഇപ്പോൾ ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്ത് വരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ സമരം നടത്തുന്ന നഴ്സുമാരോട് അവരുടെ ഹോസ്റ്റലിൽ നിന്ന് ഒഴിവാകണമെന്നുള്ള നിർദ്ദേശം വന്നു. അതിന് പിന്നാലെ ഇപ്പോൾ 2 പേരെ കരാർ വേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന 2 പേരെ പിരിച്ചുവിടാനുള്ള തീരുമാനം, ആ ഉത്തരവ് കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും നഴ്സിംഗ് സമരം ഇതിനോട് ഒന്നും വിധേയപ്പെട്ട് മുന്നോട്ട് പോവില്ല എന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഇന്നിപ്പോൾ കളക്ടറേറ്റ് മുന്നിലുള്ള ഈ മാർച്ച് നടത്തുന്ന നഴ്സുമാർ ഒന്നടങ്കം അല്പസമയങ്ങൾക്കകം തന്നെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെയായിരിക്കും ഇനി സമരത്തിന്റെ മുഖം തെളിയാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിശക്തമായ അതിരൂക്ഷമായ നിലയിലേക്ക് സമരം കടക്കുമ്പോൾ ഒരു കാര്യം തീർത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ സ്വകാര്യ മേഖലയിലെ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. അത്യാഹിത വിഭാഗവും അതോടൊപ്പം തന്നെ മറ്റ് ICU അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഈ സമരം കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാമമാത്രമായ നഴ്സുമാരെ യൂണിയൻ വിട്ടു നൽകിയിട്ടുണ്ട്. അതായത് ഇവരെ മറ്റ് ആശുപത്രികളിലേക്ക്, സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് ആവശ്യമായ സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കാനുള്ള നിർദ്ദേശം ഈ UNAയുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ പോലും ആശുപത്രിയിലെ അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗികളെ ബാധിക്കാത്ത തരത്തിലുള്ള സമര ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇനിയും അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ തീർത്തു പറയുന്നു. പൂർണ്ണമായും ആശുപത്രിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് അവർ മുന്നറിയിപ്പായി നൽകുന്നത്. സമരം, അതായത് ശമ്പള വർധനം എന്ന ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഈ സർക്കാരിന്റെ ഭാഗത്ത് കൃത്യമായ നടപടി ഉണ്ടാവണം ഈ മാനേജ്മെന്റിനെതിരെ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഏതായാലും കോഴിക്കോട് ജില്ലയിലെ 12 ആശുപത്രികളിലെ നഴ്സുമാരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 2000-ലധികം നഴ്സുമാർ ഇവിടേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കൂടുതൽ നഴ്സുമാർ അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടേക്ക് എത്തുമെന്നുള്ള വിവരമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ നഴ്സുമാർ ഒന്നടങ്കം ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാർച്ച് ചെയ്യുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഏതായാലും വലിയ സമരം, നമ്മൾ ഇന്ന് വരെ കാണാത്ത നിലയിലേക്കുള്ള സമരങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട്ടെ ഈ കളക്ടറേറ്റ് മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രുതി, എന്തായാലും വേതന കരാർ അംഗീകരിക്കാത്ത ആശുപത്രികൾക്കെതിരെയാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. അതിനൊരു തീരുമാനം ഉണ്ടാക്കുക, ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു പരിഹാരത്തിന് നേരെ മുഖം തിരിക്കുകയാണ് ചെയ്യേണ്ട ആശുപത്രി അധികൃതർ. അത് മാത്രമല്ല പ്രതികാര നടപടി കൂടിയാണ് ഇവർക്ക് നേരെ ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടിയാണ്. AK അഭിലാഷാണ് സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു